സാമൂഹിക സുരക്ഷാ പെൻഷൻ കുടിശ്ശിക കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ചയിൽ അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അനുമതി നിഷേധിച്ചിരുന്നു. പ്രമേയം അവതരിപ്പിച്ച PC വിഷ്ണുനാഥിന് മറുപടി നൽകാൻ എഴുന്നേറ്റ ധനമന്ത്രി KN ബാലഗോപാൽ 2015 സഭയിലെ ഒരു രേഖയുമായി എഴുന്നേറ്റു. തികഞ്ഞ ആത്മവിശ്വാസത്തോടെ അദ്ദേഹം ആ രേഖ സഭയിൽ അവതരിപ്പിക്കുകയായിരുന്നു. അത് മന്ത്രിയായിരുന്ന MK മുനീർ ഇടതുപക്ഷ MLA ആയ രാജു എബ്രഹാമിന് നൽകിയ ഒരു മറുപടിയും പൊക്കിപ്പിടിച്ചുകൊണ്ടാണ് ബാലഗോപാൽ വിഷ്ണുനാഥിന് മറുപടിയുമായി വന്നത്. എന്നാൽ അത് വായിച്ചതോടെയാണ് തനിക്ക് അബദ്ധം പറ്റിയെന്ന കാര്യം ധനമന്ത്രി മനസ്സിലാക്കുന്നത്. 2015 ശേഷം ഇടതുപക്ഷ ഭരണത്തിൽ ഇതേ കാര്യം ചോദിച്ചുകൊണ്ടുള്ള ചോദ്യത്തിന് തോമസ് ഐസക് നൽകിയ മറുപടി മന്ത്രി ബാലഗോപാൽ മറന്നുപോയി. ഒടുവിൽ MK മുനീർ തന്നെ എഴുന്നേറ്റുകൊണ്ട് ആ കാര്യം മന്ത്രിയെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. സഭയിലെ രേഖകളിലടക്കം ഉമ്മൻചാണ്ടി സർക്കാർ കാലാവധി കഴിയുമ്പോൾ 18 മാസത്തെ കുടിശ്ശിക ഇല്ല എന്നിരിക്കെ ഇപ്പോഴും ഇടത് നേതാക്കൾക്ക് അത് ഉൾക്കൊള്ളാനായിട്ടില്ല എന്നതാണ് സത്യം. സഭയിലെ ആ ദൃശ്യത്തിലേക്ക് ഏറ്റവും പ്രധാനമായിട്ട് അവതരിപ്പിക്കേണ്ട ഒരു ആധികാരിക രേഖ അസംബ്ലിയിൽ വന്ന ചോദ്യോത്തരത്തിലെ മറുപടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു സർ. അന്ന് UDF-ന്റെ മന്ത്രിസഭയുടെ സമയത്ത് 2015 ജൂലൈ മാസം 2-ാം തീയതി 2015 ശ്രീ MK മുനീർ പഞ്ചായത്ത് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി അന്നത്തെ MLA റാന്നി MLA രാജു എബ്രഹാമിന് കൊടുത്തിട്ടുള്ള മറുപടി ഇപ്പോഴും ഉണ്ട്. അത് സഭാരേഖകളിലെ ആധികാരികമായ ഒരു കാര്യമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. അതിനകത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വഴി ഏതെല്ലാം ക്ഷേമ പെൻഷനുകളാണ് തുടങ്ങി കാര്യങ്ങൾ ചോദിക്കുന്നതിനകത്ത് എത്ര കുടിശ്ശിക ഉണ്ട് എന്നുള്ള കാര്യത്തിൽ അതിനകത്ത് ഓരോന്നും പറഞ്ഞിട്ടുണ്ട്. അതിനകത്ത് നിലവിൽ ഓരോ പെൻഷനിലും എത്ര മാസത്തെ കുടിശ്ശിക എഴുതുവാണുള്ളത്. ബാക്കി വിശദമായ കുറേ കാര്യങ്ങൾ ഞാൻ വായിക്കുന്നു സാർ. വാർദ്ധക്യകാല പെൻഷൻ 8 മാസം, ജൂലൈ മാസം 2015 വികലാംഗ പെൻഷൻ 8 മാസം, വിധവാ പെൻഷൻ 8 മാസം, 50 വയസ്സിന് മുകളിൽ പ്രായമുള്ള അവിവാഹിതർക്കുള്ള പെൻഷൻ 8 മാസം, കർഷക തൊഴിലാളി പെൻഷൻ 10 മാസം. കുടിശ്ശിക തീർക്കാൻ എന്ത് നടപടിയാണ്? കുടിശ്ശിക തീർക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കുന്നുണ്ട് സാർ. അതിനുശേഷം ഒരു 10 മാസം കൂടി ഉണ്ടായിരുന്നു ആ ഗവൺമെൻറ് സാർ. ഈ 10 മാസം കൂടെ കഴിഞ്ഞ് ആകെ 18 മാസം ആകുമ്പോൾ ഒരു കുടിശ്ശികയും തീർത്തില്ല എന്ന് മാത്രമല്ല, പിന്നീട് പെൻഷൻ കൊടുത്തില്ല. ഇതാണ് പറയുന്നത്. അസംബ്ലിയിലെ കണക്കുകളും രേഖകളും വെച്ചിട്ടാണ്. ഈ കണക്ക് വെച്ച് 18 മാസക്കാലം കൊടുത്തില്ല. പിന്നീട് വന്ന ഞാൻ സർ അത് കഴിഞ്ഞ് ഇവിടെ KT ജലീൽ നൽകിയ മറുപടി ഇവിടെയുണ്ട്. 3 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നുള്ളൂ. എന്തുകൊണ്ടാണ് അതിന് ശേഷം എല്ലാം കൊടുക്കുകയും ലാസ്റ്റ് 3 മാസം വരാനുള്ള കാരണം എന്താ? ഡയറക്റ്റ് ടു ബെനിഫിഷ്യറി എന്ന് പറയുന്ന പുതിയ സിസ്റ്റം കൊണ്ടുവന്നു. ആ സിസ്റ്റം അനുസരിച്ച് നമ്മൾ എല്ലാ ബാങ്കുകളിലും അക്കൗണ്ട്സ് സ്റ്റാർട്ട് ചെയ്തു. അന്ന് പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിനെ ഇത് ഏൽപ്പിച്ചു. പോസ്റ്റൽ ഡിപ്പാർട്ട്മെൻറ്റിന് അത് ചെയ്യാൻ പറ്റാതെ 2 മാസം വൈകി. ഈ സംശയം നിങ്ങൾക്ക് ഞാൻ പറയുന്ന സംശയം ഉണ്ടെങ്കിൽ അന്ന് ഇതൊക്കെ ചെയ്ത അബ്രഹാം സാർ ഇപ്പൊ നിങ്ങളുടെ കൂടെയാണല്ലോ, അദ്ദേഹത്തോടൊന്ന് ചോദിക്കേ. 3 മാസത്തെ മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തോടൊന്ന് ചോദിക്കേ.